നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവനെ ചോദ്യം ചെയ്തിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതെന്നാണ് വിവരങ്ങൾ. വിശദാംശങ്ങളുമായി ഇപ്പോൾ സിജു സുഗതൻ ചേരുകയാണ്. സിജു, കാവ്യയെ ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ചോദ്യം ചെയ്തു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത എന്താണ്? വിശദാംശങ്ങൾ, എന്തെങ്കിലും നിർണായക സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അഞ്ജു, വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാവ്യയെ ഇന്ന് രാവിലെ 3.5 മണിക്കൂറോളം, അതായത് കാവ്യ മാധവനെയും അമ്മ ശ്യാമളയെയും 3.5 മണിക്കൂറോളം രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്തു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത്. മാധ്യമങ്ങളുടെ ശ്രദ്ധ സാഹൂതം ഉള്ളതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ട് തന്നെയാണ് ഇന്ന് 3.5 മണിക്കൂറോളം ചോദ്യം ചെയ്തതെന്ന് അറിയാൻ കഴിയുന്നത്. നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി നിന്നതിന് ശേഷം വനിതാ പോലീസ് അടക്കമുള്ള ഒരു വലിയ സംഘമാണ് നടിയെ കാവ്യ മാധവനെ ചോദ്യം ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ കൂടാതെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെയും കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചതായാണ് വിവരം. ദിലീപിന്റെ കസ്റ്റഡി കാലാവധി തീർന്ന് നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കേണ്ടതിനാൽ കാവ്യയുടെയും ദിലീപിന്റെയും മൊഴികളിലെ വൈരുദ്ധ്യം തിരിച്ചറിയുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശം. ചോദ്യം ചെയ്യൽ വേളയിൽ കാവ്യ പൊട്ടിക്കരഞ്ഞതായാണ് വിവരം ലഭിക്കുന്നത്. ഏതായാലും കാവ്യ മാധവന്റെ അടുത്ത ഒരു ബന്ധുവിനോട് അടുത്ത ദിവസം ഹാജരാകുവാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാവ്യയുടെയും അമ്മയുടെയും മൊഴികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്ത ശേഷം അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കും. ഏതായാലും മാധ്യമങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി മാധ്യമങ്ങൾ അടക്കം ഒരുപക്ഷെ കേരള സമൂഹം അടക്കം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയാണ് കാവ്യ മാധവനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമോ എന്നുള്ളത്. ഏതായാലും അക്കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവനെയും അമ്മ ശ്യാമളയെയും അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തു. ഇന്ന് രാവിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു 3.5 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. 3.5 മണിക്കൂറോളം അന്വേഷണ സംഘം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനാൽ അന്വേഷണ സംഘത്തിൽ നിന്നുള്ള വനിതാ പോലീസ് അടക്കമുള്ള മറ്റൊരു വിഭാഗമാണ് കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചത്. അതോടൊപ്പം തന്നെ എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ കൂടാതെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെയും കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചായാണ് വിവരം അറിയാൻ കഴിയുന്നത്. ദിലീപിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി. അതിന്റെ ഭാഗമായിട്ടാണ്, കാരണം ഈ മൊഴികളിലെ വൈരുദ്ധ്യം തിരിച്ചറിയുക എന്നതും കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗം അത്തരത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യൽ വേളയിൽ കാവ്യയുടെയും ദിലീപിന്റെയും മൊഴികളിലെ വൈരുദ്ധ്യം തിരിച്ചറിയുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശം. ചോദ്യം ചെയ്യൽ വേളയിൽ വളരെ നിർണായകമായ ഒരു കാര്യം, ചോദ്യം ചെയ്യൽ വേളയിൽ കാവ്യ പലതവണ പൊട്ടിക്കരഞ്ഞതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. അതോടൊപ്പം തന്നെ കാവ്യ മാധവന്റെ അടുത്ത ബന്ധുവിനോട് അടുത്ത ദിവസം ഹാജരാകുവാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാവ്യയുടെയും അമ്മയുടെയും മൊഴികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്ത ശേഷം അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് രാവിലെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ചു കാവ്യയെയും അതോടൊപ്പം തന്നെ അമ്മ ശ്യാമളയെയും ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തയാണ്, ഏറ്റവും പുതിയ വാർത്തയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അഞ്ജു, സിജു, ഒരുപക്ഷെ ആദ്യം മുതൽക്കേ തന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് തന്നെ ഒരുപക്ഷെ നമുക്ക് വിതിൻ കോട്ട്സിൽ പറയേണ്ടി വരും. കാവ്യ മാധവൻ എന്നുള്ള ഒരു പേര്, അതിൽ നിന്നാണ് ഓരോ തുടക്കവും എന്ന് തന്നെയാണ് പരക്കെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമല്ലേ? എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക സൂചനകളൊക്കെയും പോലീസിന് ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാകില്ലേ? അഞ്ജു, ഇതും ആദ്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് കാവ്യയും സംശയത്തിന്റെ നിഴലിലായിരുന്നു, നിരീക്ഷണത്തിലുമായിരുന്നു. പൾസർ സുനി മെമ്മറി കാർഡ്, അതായത് നടി ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ, കാക്കനാട്ടെ കാവ്യയുടെ സ്ഥാപനത്തിൽ കൊടുത്തുവെന്നും അവിടെ നിന്ന് 2 ലക്ഷം രൂപ പ്രതിഫലമായി വാങ്ങിയെന്ന തരത്തിലുള്ള ആരോപണങ്ങളും വാർത്തകളും പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഈ ലക്ഷ്യയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പിടിച്ചെടുത്തതായിട്ടുള്ള വാർത്തകളും വന്നിരുന്നു. ഏതായാലും കാവ്യ മാധവൻ ഇതിൽ മാഡം എന്ന തരത്തിൽ, അതായത് പൾസർ സുനി ഇടക്കാലത്ത് വെച്ച് മാഡവുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാവേലിക്കര കോടതിയിൽ കീഴടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് ഫെനി ബാലകൃഷ്ണനോട് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ കൊട്ടേഷൻ ഉൾപ്പെടെ നൽകിയത് ഈ മാഡം പറഞ്ഞിട്ടാണ് എന്നുള്ള ഒരു പൾസർ സുനിയുടെ മൊഴി, അതിൽ നിന്നാണ് കാവ്യയിലേക്ക് ഉൾപ്പെടെയുള്ള ചോദ്യം ചെയ്യലൊക്കെ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അഞ്ജു, മാഡം ആരെന്നതിനെ സംബന്ധിച്ച് പോലീസിന് തന്നെ വ്യക്തതയില്ല. ഒരുപക്ഷെ പൾസർ സുനി അന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതാകാമെന്നാണ് പോലീസ് ആദ്യം കരുതിയിരുന്നത്. പക്ഷേ മാഡം കാവ്യ തന്നെയാണെന്ന തരത്തിലുള്ള വിശദീകരണങ്ങളോ നിരീക്ഷണങ്ങളോ നടത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുകയില്ല.
പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ. പൾസർ സുനി ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം കാക്കനാട്ടെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ എത്തിയിരുന്നു. അവിടെ എന്തോ സാധനം കൊണ്ട് കൊടുത്തു എന്ന് പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ജിൻസന്റെ മൊഴിയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. കാവ്യയുടെ സ്ഥാപനത്തിൽ എന്തോ കൊടുത്തുവെന്നും 2 ലക്ഷം രൂപ വാങ്ങിയെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കൂടിയാകണം പോലീസ് ഇന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടാകുക. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കാവ്യയുടെയും അതോടൊപ്പം തന്നെ ദിലീപിന്റെയും മൊഴികളിലെയും വൈരുദ്ധ്യം തിരിച്ചറിയുക. നേരത്തെ തന്നെ ദിലീപിനെ അറസ്റ്റ് ചെയ്തത് തന്നെ നാദിർഷയെയും അതോടൊപ്പം തന്നെ ദിലീപിനെയും 13 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ മൊഴികളിലെ വൈരുദ്ധ്യമാണ് അവരുടെ അറസ്റ്റിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി തീർന്നത്. അതുപോലെ തന്നെ ഈ കേസിൽ കാവ്യയെ എങ്ങനെ ബന്ധപ്പെടുത്തുക എന്നതിനെ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് തീരുമാനമെടുക്കണമെങ്കിൽ ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ അനിവാര്യമായിരുന്നു. സ്വാഭാവികമായും ദിലീപിന്റെയും അതോടൊപ്പം തന്നെ കാവ്യയുടെയും മൊഴികളിലെ വൈരുദ്ധ്യം തിരിച്ചറിയുക എന്നത് തന്നെയാണ് പോലീസ് ഈ ചോദ്യം ചെയ്യലിലൂടെ ഉദ്ദേശിച്ചത്. മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെ നിരീക്ഷണം വളരെ ശക്തമായിരുന്ന അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വളരെ അതീവ രഹസ്യമായ ഒരു രഹസ്യ കേന്ദ്രത്തിൽ 3.5 മണിക്കൂറോളം കാവ്യയെയും അമ്മ ശ്യാമളയെയും ചോദ്യം ചെയ്തത്. ഏതായാലും കാവ്യ നമുക്കറിയാൻ കഴിയുന്നത് ഈ ചോദ്യം ചെയ്യലിനിടയിൽ കാവ്യ പലതവണ പൊട്ടിക്കരഞ്ഞതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല വളരെ നിർണായകമായ മറ്റൊരു വാർത്ത, കാവ്യ മാധവന്റെ അടുത്ത ഒരു ബന്ധുവിനോട് അടുത്ത ദിവസം ഹാജരാകുവാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു വ്യാപ്തി കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ തന്നെ ആരോപണ വിധേയനായ ദിലീപ് അറസ്റ്റിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി, അതോടൊപ്പം തന്നെ ദിലീപിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനും നടനുമൊക്കെ നാദിർഷ, ഇവരെയും അറസ്റ്റ് ചെയ്യും എന്ന വാർത്തകൾ പുറത്തു വരുന്നു. സിജു, ഒരുപക്ഷെ നമ്മൾ ദിലീപിന്റെ ചോദ്യം ചെയ്യലിലെ ചില ഘട്ടങ്ങൾ കൂടി കോർത്തിണക്കിയാൽ ഒരുപക്ഷെ അന്ന് ദിലീപ് തന്നെ വരുത്തിവെച്ച ചില പിഴവുകളാണ് ഈ ഒരു ഘട്ടം വരെ ഈ ഒരു കേസിനെ എത്തിപ്പിച്ചത് എന്ന് തന്നെ ഒരുപക്ഷെ കൂട്ടിച്ചേർക്കേണ്ടി വരും. കാര്യം ചോദ്യം ചെയ്യലിൽ കൈകൂപ്പി തന്നെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടം വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതേപോലെ തന്നെ കാവ്യയുടെ ഈ രംഗങ്ങൾ കൂടി കോർത്തിണക്കുമ്പോൾ പൊട്ടിക്കരയുന്ന അവസ്ഥയിലേക്ക് ഒരുപക്ഷെ ഈ ഒരു ഭാരം താങ്ങാതെ പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥ, ആ ഒരു രീതിയിലൊക്കെ കൂടി ഇതിനെ നോക്കി കാണണ്ടേ? അഞ്ജു, ഇതിനകത്ത് കാവ്യ അല്ലെങ്കിൽ ദിലീപിന്റെ മൊഴികളിൽ അല്ലെങ്കിൽ ദിലീപിന് പറ്റിയ പിഴവുകൾ മാത്രമല്ല, അന്വേഷണ സംഘം ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം അതിൽ പ്രധാനമാണ് ഈ കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ ഉതകുന്ന കാര്യങ്ങളിൽ ഒന്ന്, ദിലീപ് അല്ലെങ്കിൽ പൾസർ സുനി മറ്റുള്ള ആരെങ്കിലുമായി ആ സമയങ്ങളിൽ ആരൊക്കെയായി സംസാരിച്ചു, അതിനുശേഷം ആരൊക്കെയായി ബന്ധപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കേസിൽ ആരോപണ വിധേയരായവരുടെ മൊഴികൾ പോലീസ് വിവിധ ഘട്ടങ്ങളിലെ ആദ്യം ഒരുമിച്ചിരുത്തിയും പിന്നീട് വെവ്വേറെയും മൊഴികൾ രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അന്വേഷണത്തിന്റെ ഈ കേസ് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ദിലീപിന്റെയും ഒപ്പം കാവ്യയുടെയും മൊഴിയെടുക്കേണ്ടത് ചോദ്യം ചെയ്യൽ ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ദിലീപ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ദിലീപിനെയും അതോടൊപ്പം തന്നെ കാവ്യ ഒരുപക്ഷെ ഇനി മറ്റൊരു ഘട്ടത്തിൽ ദിലീപിനെയും കാവ്യയും ഒരുമിച്ച് ചോദ്യം ചെയ്യുന്ന സാഹചര്യം വരെ പോലീസ് സൃഷ്ടിച്ചെന്നിരിക്കാം. ഏതായാലും ദിലീപും അതോടൊപ്പം തന്നെ കാവ്യയുടെയും മൊഴികളിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യം തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ എന്തുകൊണ്ട് അതീവ രഹസ്യമായ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇത് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും അടക്കം വളരെ സാഹൂതം കാത്തിരുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു രഹസ്യ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ കാവ്യയും അതോടൊപ്പം തന്നെ കാവ്യയുടെ അമ്മയും സംശയത്തിന്റെ നിഴലിലായിട്ട് ദിവസങ്ങളേറെയാകുന്നു. ആരോപണ വിധേയനായ അല്ലെങ്കിൽ കേസിൽ അറസ്റ്റിലായപ്പെട്ട ദിലീപ് അറസ്റ്റിലാകുന്ന അതേ സാഹചര്യത്തിലും അതിനു മുമ്പ് തന്നെയും കാവ്യയുടെയും അതോടൊപ്പം തന്നെ കാവ്യയുടെ അമ്മയുടെയും പേരുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി പറഞ്ഞത് എന്തോ സാധനം കൊണ്ട് കാക്കനാട്ടെ കാവ്യയുടെ സ്ഥാപനത്തിൽ കൊടുത്തിരുന്നു, അവിടെ നിന്ന് 2 ലക്ഷം രൂപ നൽകിയിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ. മാത്രമല്ല അന്നേ ദിവസം പൾസർ സുനി എത്തിയിരുന്ന സമയത്ത് ഉള്ള CCTV ദൃശ്യങ്ങൾ പതിഞ്ഞില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും, അതായത് കോടതിയിൽ ഒരുപക്ഷെ എത്തുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് പരാജയപ്പെടണമെന്നിരിക്കണമെങ്കിൽ പോലീസ് ഒരേ സമയം സമ്മർദ്ദത്തിലാണ്. കൃത്യമായ തെളിവുകൾ കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൊഴികൾ യോജിക്കേണ്ടതുണ്ട്. മൊഴികളിലെ വൈരുദ്ധ്യം കേസുകളിലേക്ക്, കാരണം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ
തെളിവുകളിലൂടെ സത്യം പറയുന്നത്. നമുക്കറിയാം പല കേസുകളിലും പോലീസിന്റെ നിരന്തരമായ വളരെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലുകളാണ് പല കേസുകളും തെളിയിക്കുക. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അറസ്റ്റിലായ ദിലീപിന് രക്ഷപ്പെടാതിരിക്കണം. ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ കൂടുതൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ കാവ്യയുടെ അമ്മ, മാനേജർ അപ്പുണ്ണി, നാദിർ ഷാ തുടങ്ങിയവരുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരിൽ ആരെങ്കിലേക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കാവ്യയുടെ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ പോലീസിനെ സംബന്ധിച്ചും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. 3.5 മണിക്കൂറോളമാണ് ഇന്ന് രാവിലെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് കാവ്യയെയും അമ്മ ശ്യാമളയെയും ചോദ്യം ചെയ്തത്. ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന വേളയിൽ ഏകദേശം പലതവണ കാവ്യ പൊട്ടിക്കരഞ്ഞതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ, വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ കാവ്യയുടെ ഒരു അടുത്ത ബന്ധുവിനെ കൂടി ചോദ്യം ചെയ്യാൻ പോലീസ് വിളിച്ചു വരുത്തുമെന്നും അറിയുന്നു. ഏതായാലും ഇന്ന് വനിതാ പോലീസുകാർ അടങ്ങുന്ന ഒരു വിഭാഗം ആണ് കാവ്യയെ ചോദ്യം ചെയ്തത്. 3.5 മണിക്കൂറോളം ഈ ചോദ്യം ചെയ്തൽ നീണ്ടു നിന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. അഞ്ജു, സിജു, അതേപോലെ തന്നെയാണ് ഈ ഒരു ഘട്ടം. ഇതൊരു നിർണായകമായ ഘട്ടമാണ് ഈ കേസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കാവ്യയെയും അമ്മയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം. അതുപോലെ തന്നെയാണ് അല്പം മുമ്പ് ആക്രമണത്തിന് ഇരയാക്കപ്പെട്ട നടിയുടെ ഒരു വിശദീകരണം കൂടി, വാർത്താക്കുറിപ്പ് കൂടി പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ നാളെ 11 മണി വരെ മാത്രമാണ് ദിലീപ് കസ്റ്റഡിയിൽ ഉണ്ടാവുക എന്നുള്ളത് കൂടി ഏറെ നിർണായകം. അതുകൊണ്ടൊക്കെ തന്നെ ഇനിയുള്ള ആ ഒരു മണിക്കൂറുകൾ പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമല്ലേ? തീർച്ചയായും അഞ്ജു, കഴിഞ്ഞ ദിവസം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി തന്നെ പരാമർശം നടത്തുകയുണ്ടായി. ഈ കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു. മാത്രമല്ല വളരെ പ്രസക്തമായ ഒരു കാര്യങ്ങൾ, മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ പിന്നീട് യാഥാർത്ഥ്യമായി വരുന്ന ഒരു സാഹചര്യം ഈ കേസിൽ തന്നെയുണ്ട്. ആദ്യം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടി ആക്രമിക്കപ്പെട്ടതിന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ ദിലീപിന്റെ പേര് മാധ്യമങ്ങളിലടക്കം പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനെ താരസംഘടനയായ അമ്മയടക്കം നിഷേധിക്കുകയും പല താരങ്ങളും മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയർക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് എന്താണോ, പീപ്പിൾ TV അടക്കം വാർത്തകളിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ എന്താണോ, അതൊക്കെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണ രീതിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ തട്ടിവിട്ടതല്ല എന്നുകൂടി ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റിലാകുന്ന സാഹചര്യത്തിൽ ദിലീപുമായി ഇൻവോൾവ് ചെയ്യപ്പെട്ട ബന്ധമുള്ള മറ്റു ചിലർ കൂടി ഈ കേസിന്റെ ഭാഗമായി വരും. ആ അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘം അവരെയും ചോദ്യം ചെയ്യുമെന്ന തരത്തിൽ അതിൽ പ്രധാനപ്പെട്ടവരിൽ ഒന്ന് കാവ്യമാധവനാണ്, മറ്റൊന്ന് കാവ്യമാധവന്റെ അമ്മയാണ്. അതോടൊപ്പം സംവിധായകനും ദിലീപിന്റെ അടുത്ത സുഹൃത്തുമായ നാദിർ ഷാ, ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി തുടങ്ങിയവരെ ചോദ്യം ചെയ്തു. അതോടൊപ്പം തന്നെ ഈ കേസിലെ നിർണായകമായ മറ്റ് ചില വിവരങ്ങൾ നൽകിയത് സഹതടവുകാരായ ജിൻസൺ, അതോടൊപ്പം തന്നെ വിഷ്ണു എന്നിവരുടെ മൊഴികൾ. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു. അതിന്റെ ഭാഗം ഒരു തുടർ നടപടി എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്നു. കാവ്യമാധവനെ ഈ കേസിൽ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. പക്ഷേ മാധ്യമങ്ങൾ ഒരുപക്ഷെ നിരീക്ഷണത്തിലാകുമ്പോൾ പോലീസ് സമ്മർദ്ദത്തിലാകുന്നു. ഇത്തരത്തിൽ അന്വേഷണം ലഘൂകരിക്കാതിരിക്കാനും അല്ലെങ്കിൽ വേറൊരു ദിശയിലേക്ക് പോകാതിരിക്കാനുമാണ് ഇന്ന് തികച്ചും രഹസ്യ സ്വഭാവത്തിൽ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് കാവ്യമാധവനെയും അമ്മ ശ്യാമളയെയും ചോദ്യം ചെയ്തത്. 3.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ കാവ്യ പലതവണ പൊട്ടിക്കരഞ്ഞതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ചോദ്യം ചെയ്യൽ വനിതാ പോലീസുകാർ ചോദ്യം ചെയ്തത് കൂടാതെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥരും കാവ്യയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല വളരെ മറ്റൊരു നിർണായക വസ്തുത, ഈ കേസിൽ ഇതുവരെ ശ്രദ്ധിക്കപ്പെടാതിരുന്ന മറ്റൊരാൾ കൂടി കടന്നു വരുന്നു. കാവ്യയുടെ ബന്ധുവിനെ കൂടി നാളെ ഹാജരാകാൻ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ ഒരാൾ കൂടി ഈ കേസിൽ വന്നിരിക്കുകയല്ലേ? അത് കൂടുതൽ ഇടപെടലുകൾ ഈ കേസിൽ ഉണ്ട് എന്ന് വ്യക്തമാവുകയല്ലേ സിജു? അഞ്ജു, ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം മാനങ്ങളുള്ള അല്ലെങ്കിൽ വളരെ വ്യാപ്തിയുള്ള ഒരു കേസ് എന്ന തരത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2013 ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പറയാതിരുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് ഇതിന്റെ ഗൂഢാലോചന ഉണ്ട് എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. അത് ദിലീപിന്റെ മുൻ ഭാര്യയായ നടി മഞ്ജു വാര്യർ തന്നെ അമ്മ സംഘടിപ്പിച്ച പരിപാടിക്കിടെ പറഞ്ഞിരിക്കുന്നു. ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിരുന്നു. അക്കാര്യങ്ങൾ വരുന്നു. പക്ഷേ 2013 മുതൽ ഈ ഗൂഢാലോചന തുടങ്ങിയത് എന്നുള്ള വാർത്ത പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് പുറത്തു വരുന്നത്. അത് പൾസർ സുനിയെയും അതോടൊപ്പം തന്നെ ദിലീപിനെയും നാദിർ ഷായെയും അടക്കം ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് 2013 ആരംഭിക്കുന്നു. 2017 ഫെബ്രുവരി 12-ാം തീയതി നടി ആക്രമിക്കപ്പെടുന്നു. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ആദ്യ കുറ്റപത്രം സമർപ്പിക്കുന്നു. അതിൽ പൾസർ സുനി അടക്കം 6 പേരെ പ്രതികളാക്കി ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നു. വീണ്ടും കേസ് ഗൂഢാലോചന എന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ
ആ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള അന്വേഷണം നടക്കുന്നു. അതിന് അഡീഷണൽ കുറ്റപത്രം ഇനിയിപ്പോൾ കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ആ ഗൂഢാലോചനയുടെ കേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളികളാണ്, അല്ലെങ്കിൽ ദിലീപ് ഈ കൃത്യം നിർവഹിച്ചതുമായി ബന്ധപ്പെട്ട് ദിലീപ് കുറ്റവാളി, ഇപ്പോൾ നിലവിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന അറസ്റ്റിലായിരിക്കുന്ന ദിലീപിനെ ഏതൊക്കെ തരത്തിൽ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നറിയണമെങ്കിൽ പോലീസിന്റെ അന്വേഷണം കൃത്യമായി പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുക്കലുകൾ അതിന്റെ തുടർ നടപടികളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാവ്യ മാധവനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും നേരത്തെ നടി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യമുണ്ട്, വ്യക്തിപരമായ വൈരാഗ്യം അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നടനുമായി തമ്മിൽ. അത് തന്നെയാണ് നേരത്തെ പോലീസ് പറഞ്ഞത്. നടിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതായത് കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യരെ അറിയിച്ചത് ആണ് ഒരു പ്രധാന പ്രശ്നമായി ഇവർക്കിടയിൽ രൂപപ്പെട്ടു വരികയും അങ്ങനെ ഒരു കൊട്ടേഷൻ പൾസർ സുനിക്ക് നൽകുകയും ചെയ്തു എന്നാണ് പോലീസ് ഭാഷ്യം പുറത്തു വരുന്നത്. അതിന്റെ തുടർച്ചയായി നടി തന്നെ പറഞ്ഞു, ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായ സൗഹൃദം ഉണ്ടായിരുന്നു, അത് പിന്നെ വ്യക്തിപരമായ പ്രശ്നങ്ങളിലേക്ക് കടന്നു, ആ സൗഹൃദം അവസാനിച്ചിരിക്കുന്നു എന്ന് വെച്ച് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ആരുടെയും പേര് താൻ പറഞ്ഞിട്ടില്ല എന്ന് നടി പറയുന്നു. അതിന്റെ തുടർച്ചയായി തീർച്ചയായും ഈ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവൻ ഒരു കഥാപാത്രമായി നിൽക്കുന്നു. കാവ്യ മാധവനുമായുള്ള ബന്ധമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നത്. അതിനുശേഷം കാവ്യ മാധവനിലേക്ക് നടിയെ ആക്രമിച്ചുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കാവ്യ മാധവന്റെ സ്ഥാപനത്തിൽ എത്തിച്ചു കൊടുത്തു എന്ന് പൾസർ സുനി എത്തിച്ചു കൊടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അക്കാര്യങ്ങളിലൊക്കെ തെളിയിക്കുന്നതിന് പോലീസിന് ശരിയായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നടി കാവ്യ മാധവനെയും അമ്മ ശ്യാമളയെയും ഇന്ന് രാവിലെ മുതൽ 3.5 മണിക്കൂറോളം രഹസ്യ കേന്ദ്രത്തിൽ വെച്ചു ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. അഞ്ജു, സിജു, ഒരുപക്ഷെ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളവരിൽ 2 പേർ കൂടി ഇനിയും ബാക്കിയുണ്ട്, നാദിർഷയും ഒപ്പം മാനേജർ അപ്പുണ്ണിയും. ഒരുപക്ഷെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഒപ്പമുണ്ടായിരുന്ന നാദിർഷയെ അതിനുശേഷം ഒരിക്കൽ പോലും കാണാനില്ലാത്ത, ആകപ്പാടെ കൈയൊഴിഞ്ഞ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനൊക്കെ കൂടി ഒരു ആകത്തുക എന്നോണം എങ്ങനെ കണക്കുകൂട്ടാം ഇനിയുള്ള കാര്യങ്ങളെ? അപ്പുണ്ണിയെയും നാദിർഷയും ഒക്കെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? അന്വേഷണം ആ ഒരു രീതിയിൽ കൂടി ഇനി മുന്നോട്ട് പോകേണ്ടതല്ലേ? അഞ്ജു, മാധ്യമങ്ങളിലടക്കം അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വരുന്ന വാർത്തകളുടെ ഒരു രീതി അനുസരിച്ചല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. സ്വാഭാവികമായും നേരത്തെ അഞ്ജു സൂചിപ്പിച്ചതുപോലെ നാദിർഷയിലേക്ക് ഒരു ഘട്ടത്തിൽ നാദിർഷയിലേക്ക് അന്വേഷണം അല്ലെങ്കിൽ ഈ കേസിലെ പ്രധാന പ്രതിയായി നാദിർഷയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും അത്തരത്തിലേക്ക് വാർത്തകൾ പ്രചരിക്കുകയും പിന്നീട് ഒരാഴ്ച കാലത്തോളം പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ കേസ് തന്നെ തേഞ്ഞുമാഞ്ഞു പോയി ദിലീപ് രക്ഷപ്പെട്ടു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഒരു വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് ദിലീപ് അറസ്റ്റിലാകുന്നത്. സ്വാഭാവികമായും ഒരു കേസ് തെളിയിക്കുന്നതിന് പോലീസിന്റെ മുന്നിൽ നിരവധി മാർഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോടതിയിലെത്തുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ പ്രതിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കുക, അത് വളരെ സമഗ്രവും വ്യക്തവും ശാസ്ത്രീയവുമായിരിക്കണം, യുക്തിപൂർവമായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് പോലീസ് നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ദിലീപിന് അടുപ്പമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുന്ന ഒരു രീതി കൈക്കൊണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാവ്യ മാധവനെയും അമ്മ ശ്യാമളയെയും ഇന്ന് ചോദ്യം ചെയ്യുക കൂടി ചെയ്തിരിക്കുന്നത്. അഞ്ജു, ശരി, വ്യക്തമാണ്. നടി കാവ്യ മാധവനെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. രാവിലെ 3.5 മണിക്കൂറോളം കാവ്യയെയും ഒപ്പം അമ്മയെയും ചോദ്യം ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പല കുറി ചോദ്യം ചെയ്യലിനിടയിൽ കാവ്യ മാധവൻ പൊട്ടിക്കരഞ്ഞു എന്നുള്ള ഒരു വസ്തുത കൂടിയാണ് പുറത്തുവരുന്നത്.